Hello and welcome to AB Tales. AB Tales presents a weekend vlog. ഒരു pregnancy weekend vlog. ഒരു നീണ്ട സാറ്റർഡേ സൺഡേ vlog. ടിങ് ടിങ് ടിങ്. പറഞ്ഞു വന്നപ്പോൾ ഇതൊരു ബിസ്ക്കറ്റ് ആഡ് പോലെ ആയില്ലേ. സോ എനിവേസ്, അപ്പം നമ്മുടെ ഓർഡർ ഒന്നും തെറ്റിക്കാതെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാം. ബേസിക്കലി രാവിലെ ഞാനൊരു സ്പൂൺ ഗീ പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെയാണ് കുടിക്കുന്നത്. അതിൻ്റെ പുറകെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കും, നോ മാറ്റർ വാട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ബിക്കോസ് മുട്ടയാണ് ഞാൻ ഫുൾ പ്രഗ്നൻസി കഴിച്ചത്. അപ്പം ഞാനൊരു ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു. സോ മുട്ടയുടെ കൂടെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി ആയിരുന്നു. ഫുൾ പ്രഗ്നൻസി സെയിം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിച്ചത്. സെയിം നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും. ബിക്കോസ് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പ്രഗ്നൻറ്റ് ലേഡി സെയിം ഫുഡ്? ഐ ഡോണ്ട് നോ. ബട്ട് ബിക്കോസ് ഞാൻ വളരെ റെസ്ട്രിക്റ്റഡ് ഡയറ്റിലായിരുന്നു, അതുകൊണ്ട് വേറെ വിഷമങ്ങളില്ലായിരുന്നു. വല്ലാത്ത ഫുഡ് ഡിപ്രഷൻ എനിക്ക് അടിച്ചു പോയതായിരുന്നു. ഡയബറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ആയിരുന്നു. പ്രഗ്നൻസി എല്ലാവരുടെയും ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഫുഡായിരുന്നു വലിയൊരു പ്രശ്നം. ബിക്കോസ് ആഗ്രഹമുള്ളതൊക്കെ ഒരു വളരെ ബിഗ് നോ ആയിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഓണസദ്യ കഴിച്ചിട്ട് അതിൻ്റെ പുറകെ ഞാൻ അങ്ങ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു ദിവസമൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു എപ്പിസോഡുണ്ട്, സോറി. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ഫുഡ് ഡിപ്രഷൻ. ബാക്കി ദൈവം സഹായിച്ച് എവറിത്തിങ് വാസ് ഓക്കെ ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇതന്ന് ഹെബിൻ ഹെയർ കട്ടിന് പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഏത് ഹെയർ സ്റ്റൈലൊക്കെയാണ്. ഇതാണ് പൊട്ടിയിരിക്കുവാണോ? ഫോയിൽ പേപ്പർ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഓർഡർ ചെയ്ത സാധനങ്ങൾ ഞാൻ ഇപ്പുറത്തും എബിനപ്പുറത്തും. എനിക്ക് എന്തോ ഇന്ന് റോ വീഡിയോസ് ഒക്കെ എടുക്കാൻ തോന്നുന്നു. ഇതാണ് ഞങ്ങളുടെ ലേബർ ബസ് സ്റ്റോപ്പ്. ഞാൻ കുറച്ച് വീട്ടിലെ സാധനവും ഡെമോയിന്ന് വരുമ്പോ നമുക്ക് പിന്നെ എന്തോ ഓർഡർ ചെയ്തെന്ന് അറിയത്തില്ല. ബിക്കോസ് വേറെ രീതിയിലൊക്കെ വരും. ഞാനിപ്പോ കൺഫ്യൂസ്ഡ്. ഞാൻ എന്താ ഓർഡർ ചെയ്ത് ആക്ച്വലി കുറച്ച് ബേബി ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. മീൻസ് സോ ഹോസ്പിറ്റൽ ബാഗിന്റെ കുറച്ച് ഐറ്റംസും പിന്നെ ബേബി ഉണ്ടായി കഴിഞ്ഞിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. ാണ് ഇത്. ഇങ്ങനെ കിടക്കാനുള്ളത്. ഇങ്ങനെ മടക്കിയൊക്കെ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഓക്കെ എന്നാ വലുതാണ് എക്സ്പെക്ട് ചെയ്തത്. മറ്റേ ഡൈപ്പർ ക്യാൻഡി ബാഗ് എന്ന് പറയും. ഡൈപ്പർ വെക്കാൻ നമ്മുടെ ടേബിൾ വെക്കാൻ വീട്ടിലെ യൂസിന്. അല്ലെങ്കിൽ നമ്മുടെ ഡൈപ്പർ ബാഗ് മേടിക്കണം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ. നമ്മുടെ വീട്ടിലെ യൂസിന് വേണ്ടിയിട്ടാണ്. എന്നാ പറ്റിയതില്ല. Something happened. Oh, this is so small. അപ്പോൾ ഇതിനായിരിക്കും ഉദ്ദേശിച്ചത്. ഇതെന്താ ഇങ്ങനെ പറഞ്ഞു വരുന്നേ? So confused. ഇനിയിപ്പം ആ ആപ്പില് തെങ്ങുൽ പോയി നോക്കുക ഇത് എങ്ങനെയായിരുന്നു. എന്തോ ഞാൻ ഇതിനു വേണ്ടി ഇച്ചിരി എക്സൈറ്റഡ് ആയിരുന്നു. ഐ ഡോണ്ട് നോ വൈ. കുറെ മസ്ലിം ക്ലോത്ത്സ് ഒക്കെ കഴിച്ചു. ഡിഫറെന്റ്
മസ്ലിൻ കേൾക്കാവോ? ഞാൻ ഈ കൂടുതൽ കൗണ്ട് ചെയ്തോണ്ടായിരുന്നു. അതേ മസ്ലിൻ ഫ്ലോർ. പക്ഷെ കളറൊക്കെ ഞാൻ ഉദ്ദേശിച്ച കളേഴ്സ്. ഡൈപ്പർ ചേഞ്ചിങ് മാറ്റ്, പോർട്ടബിൾ ഡൈപ്പർ ചേഞ്ചിങ്. പക്ഷെ ഇതിൽ ചെറുതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ബിഗ്. അതിന് മറ്റേ നെയിം, മറ്റേ ഫോട്ടോ വെക്കുന്നതും നെയിം, നമ്മളെ പുസ്തകം നെയിം ഒക്കെ. ഇത് എന്തുമാത്രം നൈസാണ്, എല്ലാം പൊട്ടിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. സോ എൻ്റെ അൺബോക്സിങ് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എബിൻ എന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങ് ബുജിബയിലോട്ട് വായോ, നമുക്ക് ഇവിടുന്ന് ലഞ്ചാക്കാം. സോ ബുജിബ വരുമ്പം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ് ബിക്കോസ് വി ബോത്ത് ലവ് ദിസ് പ്ലേസ്. ഞങ്ങൾ പണ്ട് ബുജിബയിലായിരുന്നു, എസ്പെഷ്യലി ഈ ഒരു സ്ക്വയർ ഏരിയ, ഇത് ബുജിബ സ്ക്വയർ ഏരിയ ആണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ലുക്ക് അറ്റ് ദിസ്, ഹൗ ബ്യൂട്ടിഫുൾ. വെള്ളവും അടിപൊളി. സോ ബേസിക്കലി ഞങ്ങൾ പിന്നെ ഡിസൈഡ് ചെയ്തു ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിക്കാം. ഇവിടെ ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ പോയി കഴിക്കാൻ നോക്കൂ. ഇപ്പം എബിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ കണ്ടു ദൂരെ നിന്ന്. എനിക്കറിയത്തില്ല എന്നാ ലുക്ക് ചേഞ്ച് ചെയ്തിട്ടാ വരുന്നതെന്ന്. എനിക്കിനി ഷോക്ക് അടിക്കുമോന്ന് അറിയത്തില്ല. നോക്കാം. കഴിക്കാനുള്ള ആഗ്രഹം, പക്ഷെ അല്ലേ ബാർബിക്യൂ സോസ്, ചിക്കൻ മെവാഡ. ഈ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ജങ്ക് ഫുഡിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. എസ്പെഷ്യലി ഞാനൊരു റിസ്ട്രിക്റ്റഡ് ഡയറ്റിലായതുകൊണ്ട് എനിക്ക് വല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെയൊക്കെ നോക്കി പഠിച്ചേക്കല്ല. സോ എനിവേസ്, ഈ വ്യൂ നോക്ക്, ഈ വ്യൂ ഒന്ന് കാണും നിങ്ങൾ. അടിപൊളിയല്ലേ? Thank you. ഹലോ, ഓയ് കാണിച്ച്. മര്യാദക്ക് ബസ്സിൽ വന്നല്ലേ? നമ്മുടെ കുറ്റമല്ല. ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ്. ടാക്സി. അപ്പം വീട്ടിൽ വന്നിട്ട് ഒരു കുട്ടി ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഞങ്ങൾ വൈകിട്ടത്തെ ഡിന്നറിനുള്ള പ്രിപ്പറേഷന് കയറി. എബിൻ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് വൈകിട്ട് ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾക്കൊരു മൂവിയുടെ പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ഈ വ്ലോഗ് 2 ദിവസത്തേക്ക് നീണ്ടു പോകട്ടോ. സോ എവിടെയും പോയില്ല, 2 ദിവസത്തെ വിശേഷങ്ങൾ കണ്ടിട്ടേ പോകാവൂ. സോ അവിടെ മീൻ വറക്കാൻ വെച്ചിട്ട് പോയി എബിൻ. ഞാനിവിടെ മോരുണ്ടാക്കുവാണ്. എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. എൻ്റെ മമ്മി സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് മോര്. എൻ്റെ മമ്മി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. എനിക്ക് മമ്മിയുടെ മോര് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് മമ്മിയുടെ കുറേയൊക്കെ റെസിപ്പീസ് ഇങ്ങനെ എൻ്റെ ഒരു റെസിപ്പി ബുക്കുണ്ട്. ഈ വ്ലോഗ് പ്രഗ്നൻസി സമയത്തെ ഒരു വ്ലോഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കാണാൻ പോയത് ലോക്കാണ് ഞങ്ങൾ കാണാൻ പോയത്. അതായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ പ്രഗ്നൻസി സമയത്തെ ലാസ്റ്റ് മൂവി ഞാൻ കണ്ടത്.
ഞങ്ങൾ ഈ പയ്യൻസിനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്ത ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഇവരുടെ കൂടെയാണ് പിക്ചർ കാണാൻ പോയത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനി ഡേ 2, അതായത് സൺഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ഭയങ്കര കറക്കവും ഷോപ്പിങ്ങും പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ട് സൺഡേ റിലാക്സ്ഡ് ആക്കി. സൺഡേ വീട്ടിലെ പരിപാടിയും, അതായത് തുണി കഴുകുന്നു, കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ലോക്ക റിലീസായത് മാൾട്ടയിൽ ഓണത്തിനാണ്. ആൻഡ് ഓണത്തിന് ഇത് വന്നിട്ട് പോയി, പക്ഷേ ഓൺ എ വെരി സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്ത് പിന്നെ റിലീസായി. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എന്നാ സമ്മർ ആയതുകൊണ്ട് ബാൽക്കണി ഇരുന്ന് വീഡിയോ എഡിറ്റിങ്ങും പിന്നെ എബിൻ്റെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ്റെ മാച്ച് കണ്ടുകൊണ്ടിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ചില്ല് ചെയ്തു. അപ്പോൾ പ്രോമിസ് ഇതെൻ്റെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും, ലാസ്റ്റ് വ്ലോഗ്. ഇനിയെല്ലാം കൊച്ചായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ മാൾട്ട വിശേഷങ്ങൾ, ഞങ്ങളുടെ ഓട്ടോ ആണ് കാണിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഓട്ടവും മാൾട്ടയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു AB Tales. Ciao, ciao.